അങ്ങനെ 10 മണി കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴ വരുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ കണക്ക് ഇന്നും മഴ പെയ്താൽ 20-25 വെച്ച് എക്സ്ട്രാ കിട്ടും. അത് നല്ല കാര്യമാണ്. പക്ഷേ ഓവർ മഴയായാൽ ശരിയാകത്തില്ല, നല്ല പണി കിട്ടും. കാരണം വണ്ടി വെള്ളത്തിലൊക്കെ വീഴുകയോ അല്ലെങ്കിൽ ചറക്കുകയൊക്കെ ചെയ്യും. സോ വലിയ മഴ പെയ്യാതിരുന്നാൽ ബെറ്ററാണ്. ഇന്നലത്തെ പോലെ നിന്നിരുന്നെങ്കിൽ ഈസി ആയിട്ടൊരു 1000 രൂപ ഏൺ ചെയ്യാമായിരുന്നു. എന്തായാലും നമുക്ക് നോക്കാം ഇന്ന് എത്ര രൂപ ഏൺ ചെയ്യുമെന്ന്. അപ്പോൾ ഇന്ന് ഞാൻ ഓടിയത് ഏകദേശം ഉച്ച വരെ ആയപ്പോഴത്തേക്കും 6 ട്രിപ്പും 5 ജിഗ് കംപ്ലീറ്റ് ചെയ്തു. 2 മണിക്കൂറും 17 മിനിറ്റും ആയിട്ടുണ്ട്. മൊത്തം എനിക്ക് 331 രൂപയാണ് ഇവിടെ ഏണിങ്സ് ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഉച്ച വരെ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ഇപ്പം മണി 5:30 ആയിട്ടുണ്ട്. ഇനി നമ്മൾ 7 മണിക്കാണ് ഇനി അടുത്ത് ഇറങ്ങാൻ പോകുന്നത്. സോ അതും കൂടെ ഇറങ്ങിയിട്ട് നമുക്ക് നൈറ്റ് നോക്കാം. പിന്നെ ഇടയ്ക്ക് മഴയൊക്കെ വരുന്ന പോലെ തോന്നിയോണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഓരോ ഓർഡർ കംപ്ലീഷൻ്റെയും വീഡിയോ എടുക്കാത്തത്. കാരണം റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കാമെന്നൊക്കെ പറയുന്നത് ചെറിയൊരു പാടുള്ള പരിപാടിയാണ്. അതുകൊണ്ടാണ് ഞാൻ എടുക്കാത്തത്. എഗെയിൻ രാത്രിയായി. അങ്ങനെ വീണ്ടും ദിവസങ്ങൾ പോകുന്നു. ഞാൻ വീഡിയോ ഡെയിലി ചെയ്യുന്നുണ്ട്. 1-2 ദിവസം ഇടയ്ക്ക് ഓഫ് എടുക്കാറുണ്ട്. ഈ ആഴ്ചയിൽ ഒരൊറ്റ ദിവസമാണ് ഓഫ് എടുത്തത്. 14-ാം തീയതി കങ്കോ സിനിമ കാണാൻ പോയി. ആ മൂഡ് ഓഫിൽ ഞാൻ വന്ന് കിടന്ന് എല്ലാ ജിഗ്ഗും ഓഫ് ചെയ്തിട്ട് കയറി കിടന്നങ്ങ് ഉറങ്ങി. കാരണം വെളുപ്പാങ്കാലത്ത് 4 മണിക്ക് ഫാൻ ഷോയ്ക്ക് പോയിട്ട് അവരിട്ടത് 5 മണിക്കാണ്. 5 മണിക്ക് കണ്ട പടം നല്ല അടിപൊളി പടം ആയതുകൊണ്ട് തന്നെ 8 മണിയായിട്ടും എനിക്ക് എൻ്റെ ഹാങ് ഓവർ മാറിയില്ല. ഒരുമാതിരി ദേഷ്യവും ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ച് കിടന്നുറങ്ങി. എന്നിട്ട് ഈ ആഴ്ച ബാക്കി എല്ലാ ദിവസവും ഓടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നിപ്പോൾ രാത്രി ഇപ്പോൾ ടൈം നോക്കുകയാണെങ്കിൽ 12:49. ഇപ്പോഴാണ് വീട്ടിൽ വന്നത്. സോ 15 ഓർഡർ കംപ്ലീറ്റ് ചെയ്തു. 5.5 മണിക്കൂർ ടോട്ടലി നിന്നിട്ടുണ്ട്. 200 രൂപയുടെ ഇൻസെൻറ്റീവും കിട്ടി. ഓർഡർ ഏണിങ്സ് 775. സോ ഈ സമയത്ത് നമുക്ക് 975 മഴയില്ലാതെ ഒരൊറ്റ ഓർഡറിൽ പോലും മഴയില്ലായിരുന്നു. സോ മഴയും കൂടെ ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ പോയാലും ഒരു 1200 രൂപ അടുപ്പിച്ച് കിട്ടിയേനെ. സോ നമ്മൾ വീക്കിലി നോക്കുവാണെങ്കിൽ ഈ ആഴ്ച 11 നവംബർ തൊട്ട് 17 നവംബർ വരെ. സോ ഇതിൽ ഒരൊറ്റ 14-ാം തീയതി മാത്രമാണ് ഞാൻ ഓഫ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ദിവസം ഒന്നും ഓഫ് എനിക്കില്ല. തിങ്കളാഴ്ച ഞാൻ 1457 രൂപയ്ക്ക് ഏൺ ചെയ്തു. ബാക്കി എല്ലാ ദിവസവും 700, 900, 1000, 975 ആ റേഞ്ച് തന്നെ. ടോട്ടൽ 69 ഓർഡർ പോയിട്ടുണ്ട്. സോ ഇനി ഈ ആഴ്ച എന്തായാലും എനിക്ക് 100 ഓർഡർ എടുക്കാൻ പറ്റില്ല. നോക്കട്ടെ, പറ്റുമെങ്കിൽ അടുത്ത ആഴ്ച 100 ഓർഡർ എടുക്കാം പഴയതുപോലെ. സോ 100 ഓർഡറൊക്കെ എടുക്കുമ്പോൾ ടോട്ടൽ എനിക്കൊരു 7000-8000 രൂപ അടുപ്പിച്ച് പേയ്മെൻറ്റ് കയറും. ഇപ്പോൾ നാളെ ഒരു 1000 കൂടെ കിട്ടിയാൽ 6000 രൂപ ആ റേഞ്ച്. സോ നാളെയും ഞാൻ ഏകദേശം ഇതേപോലെ ഓടാമെന്ന് വിചാരിച്ചു. ഇതൊരു പാർട്ട് ടൈം കം ഫുൾ ടൈം മോഡാണ്. കംപ്ലീറ്റ് ഫുൾ ടൈം അല്ല. സൊമാറ്റോയുടെ ഒരു കാറ്റഗറിയിൽ ഇതൊരു ഫുൾ ടൈം ആയിട്ട് കൂട്ടത്തില്ല. കാരണം സൊമാറ്റോയുടെ ഫുൾ ടൈം എന്നൊക്കെ പറയുന്നത് റോബോട്ടിനെ പോലെ നിൽക്കേണ്ടി വരും. സോ എനിക്ക് എൻ്റെ കാര്യങ്ങളുണ്ട്. സോ അതെല്ലാം ചെയ്യണം. അതൊക്കെ ചെയ്തിട്ട് വേണം നമുക്ക് ഓടാനായിട്ട്. സോ ഇതും കൂടെ പരീക്ഷിക്കുവാണ്. അപ്പോൾ ഇനി നാളെ ഒരു ദിവസവും കൂടെ ഉണ്ട്. ഈ മന്ത് ഇപ്പോൾ ടോട്ടലി നമ്മൾ നോക്കുവാണെങ്കിൽ നവംബറിൽ ഞാനിപ്പോൾ ഒരു 20 രൂപയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ 9000 രൂപ ആയനെ. ഫസ്റ്റ് ആദ്യത്തെ 1 തൊട്ട് 3-ാം തീയതി വലുതായിട്ട് ഞാൻ ഓടിയില്ല. 800 വെച്ച് നിന്നു. 4 തൊട്ട് 10 ഞാൻ ഇടയ്ക്ക് കുറച്ച് ലീവ് എടുത്തു, ഒരു 3-4 ദിവസം. ഞാൻ വ്രതത്തിൻ്റെയൊക്കെ കാര്യത്തിൽ. അല്ലായിരുന്നെങ്കിൽ ആ സമയത്ത് ഒരു 5000 രൂപ പേയ്മെൻറ്റ് കയറിയേനെ. ഇപ്പോൾ ഈ ആഴ്ച 5000 രൂപ പേയ്മെൻറ്റ് കയറി. ഇനി നമ്മുടെ മുന്നിൽ 2 ആഴ്ചയും കൂടെ ടൈമുണ്ട്. സോ 2 ആഴ്ചയും കൊണ്ട് ഇതൊരു 20K മുകളിൽ എത്തിക്കാൻ പറ്റുമോ ഇല്ലയോ ഞാൻ നോക്കട്ടെ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇപ്പോൾ 48 മണിക്കൂർ ടോട്ടലി നിന്നിട്ടുണ്ട്. അതായത് 2 ദിവസം കംപ്ലീറ്റ് സൊമാറ്റോയിൽ നിന്നാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഇപ്പോൾ നിന്നത്. 121 ഓർഡറായി ഇതുവരേക്കും. ഈ മാസം 200 ഓർഡർ പൊട്ടിക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ബാക്കി അനലൈസൊക്കെ നമുക്ക് നാളെ നോക്കാം. നാളെ ഞായറാഴ്ചയാണ്. സോ നാളത്തെ ഡെയിലി ഇത് നോക്കുവാണെങ്കിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ 22 മിനിറ്റ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. കാരണം ലാസ്റ്റ് ഓർഡർ ഇത്ര ലെങ്തി ആയിരുന്നു. വേറൊരു ഓർഡറും ഇല്ല. ഇനി നമുക്ക് രാവിലെ പതിവ് പോലെ നമുക്ക് കാണാം. സോ എങ്ങനെയുണ്ട് ഈ ഒരാഴ്ചത്തെ എക്സ്പീരിയൻസ് എല്ലാം നമുക്ക് നാളത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ ബൈ.